ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പുലർച്ചെ 5:30 ഒരു കാഴ്ചയാണിത്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി, രാവിലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഇത് ഒരുക്കലാണ്. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് നമുക്ക് വഴിക്കുള്ള ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് എടുക്കലാണ്. അതുപോലെ ബ്രെഡ്, പീനട്ട് ബട്ടർ, ജാമ്, പിന്നെ ഡേറ്റ്സ്, പിന്നെ ഇവിടെ തകൃതിയായിട്ട് പാക്കിങ് നടക്കലാണ്. അപ്പോൾ 6 മണിക്ക് നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പുറപ്പെടണം. അതിനു മുമ്പ് ഇതെല്ലാം റെഡിയാക്കണം. എല്ലാം യാത്രാ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. ഇത് മുരളിയേട്ടെ, ചന്ദ്രാട്ടെ, മിനി ടീച്ചർ, ശോഭേച്ചി. രാവിലെ തന്നെ എല്ലാവരും റെഡിയാണ്. സാറേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സുഗുണേട്ടാ, ഗുഡ് മോർണിംഗ്. എല്ലാവരും എക്സൈറ്റഡ് ആണ്. നമ്മൾ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്ന കാശ്മീരിലേക്കുള്ള യാത്രയിലാണ്. എല്ലാവരും റെഡിയാണ്. രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് മുഴുവൻ ആൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര ഏതാണ്ട് തുടങ്ങുകയാണ്. എയർപോർട്ടിലേക്കുള്ള യാത്ര. ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ. ഇത് നമ്മൾ താമസിച്ച ലിവ ഹോട്ടല്. അങ്ങ് ദൂരെ സൂര്യൻ ഉദിച്ച് ഉയരുന്നുണ്ട്. നല്ല ചുവപ്പ് നിറത്തിൽ ചെമ്പഴുക്ക പോലെ സൂര്യൻ. അപ്പോൾ ഇത് മുഴുവൻ ആളായിട്ടില്ല, കുറച്ചാൾ റെഡിയായി. കുറച്ചാളപ്പുറം ബസ്സിലുണ്ട്. അപ്പോൾ മുഴുവനായിട്ടുള്ള ഫുൾ ടീമിൻ്റെ ഫോട്ടോ നമ്മൾ പിന്നെ ഇടും. ഗുഡ് മോർണിംഗ്. കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിനുള്ളിലാണ് നമ്മളുള്ളത്. കാശ്മീർ യാത്രേൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം സെക്യൂരിറ്റി ചെക്കിനെല്ലാം കഴിഞ്ഞു. ഇപ്പം ഇനി ഗേറ്റ് നമ്പർ 36 നടക്കുകയാണ്. വളരെ മനോഹരവും അത്യാധുനിക സൗകര്യങ്ങളുമുള്ള ഒരു എയർപോർട്ടാണ് കെമ്പഗൌഡ എയർപോർട്ട്. ഇത് ദേവനഹള്ളി. കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ കാണിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഗേറ്റ് നമ്പർ 36 നടക്കുകയാണ്. നമ്മളെ ഫ്ലൈറ്റ് 9:10 ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ്. കാശ്മീരിലേക്കുള്ള ഫ്ലൈറ്റ് യാത്രയിലാണ് ഞങ്ങൾ. ഇൻഡിഗോയുടെ ഫ്ലൈറ്റിലാണ് ഈ യാത്ര. രാവിലെ 9:10 ദേവനഹള്ളിയിലുള്ള കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. ഇനി നേരെ അമൃത്സറിലേക്കാണ് ചെല്ലുക. അവിടെ ഒരു 40 മിനിറ്റ് ലേ ഓവറിന് ശേഷം 1:55 ആകുമ്പോഴത്തേക്ക് ശ്രീനഗറിലെത്തും. ഫ്ലൈറ്റ് ഇപ്പോൾ അമൃത്സർ എയർപോർട്ടിലാണ് ഉള്ളത്. ഇവിടുന്ന് ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ശ്രീനഗറിലേക്ക് പുറപ്പെടുക. സെക്യൂരിറ്റി ചെക്ക്, ഇതിനുള്ളിലെ ലഗേജ് ചെക്കൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 12:50 ഇവിടുന്ന് പുറപ്പെടും. ഞങ്ങൾക്ക് പോകാനുള്ള 2 വണ്ടികളാണ് ഈ കാണുന്നത്. ഞങ്ങൾ ശ്രീനഗറിലെത്തുമ്പോഴേക്കും ഗൈഡ് ഇർഫാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും മലയാളി ഹോട്ടൽ ഉണ്ടാവും. എന്നാൽ കാശ്മീർ അല്ലെങ്കിൽ ശ്രീനഗറിൽ ഒരൊറ്റ മലയാളി ഹോട്ടലും കണ്ടതേയില്ല.
നമ്മള് ദാൽ തടാകത്തിലാണുള്ളത്. ശിക്കാര റൈഡ്, ഇതെല്ലാരും ഹാപ്പിയാണ്. നമ്മൾ ഉച്ചഭക്ഷണം കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മളെ ഇർഫാൻ ഭായി ഉണ്ട്. പിന്നെ ഇർഫാൻ ഭായ് ഹായ് ഹായ് പോലെ ഹായ്. ഇർഫാൻ ഭായി ഉണ്ട്, എല്ലാവരും ഉണ്ട്. An exciting moment, ശിക്കാര റൈഡ്. ദാൽ തടാകത്തിലൂടെയുള്ള ശിക്കാര റൈഡ്. ഹായ്. ശരിക്കും ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ ശിക്കാരയുടെ ഏറ്റവും തുഞ്ചത്ത് ഇങ്ങനെ പിന്നെ എന്താ പറയണ്ടേ, അതൊരു അനുഭവം തന്നെയാണ്. വി ഷുഡ് ഫീൽ ഇറ്റ്. നിറയെ ശിക്കാരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ നമുക്ക് ഒരു പെൻസിൽ ഡ്രോയിങ് പോലെ ഒരു മലയുടെ രേഖാചിത്രം കാണാം. പിന്നെ ചെറുതായി മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ഭൂമിയിലെ സ്വർഗത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, കാശ്മീർ, ശ്രീനഗറിൽ. ദാൽ തടാകത്തിലെ ശിക്കാര യാത്ര ഒരു വേറിട്ട ഒരു അനുഭവമാണ്. തീർച്ചയായും നമ്മൾ ഒരിക്കലെങ്കിലും ഇത് അനുഭവിക്കണം. ദാൽ തടാകത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് വേണം പറയാം. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ശിക്കാരകളിൽ കച്ചവടക്കാർ ഇങ്ങനെ നമ്മുടെ പിന്നെ ശിക്കാരൊക്കെ തൊട്ടടുത്ത് വന്നിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഇതെങ്ങനെ ഓരോ വണ്ടി, ഇതെല്ലാം ഓരോ ബിസിനസ്സാണ്. ഇതിൽ കവ ഉണ്ടാവും, ആപ്പിൾ ഉണ്ടാവും, അതുപോലെ പച്ചക്കറികൾ ഉണ്ടാവും. പിന്നെ ഈ ആഭരണങ്ങളില്ലേ, നമ്മളെ ഇമിറ്റേറ്റിംഗ് അതുപോലെയുള്ള ആഭരണങ്ങൾ ഉണ്ടാവും. എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഫ്രൂട്ട് സലാഡ് അതുപോലെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ദാൽ തടാകത്തിൽ കാണാൻ പറ്റും. ശരിക്കും ദാൽ തടാകം എന്ന് പറയുന്ന ഒരു ലോകമാണ്. ശരിക്കും ഒരുപാട് ആൾ ജീവിക്കുന്ന, ഒരുപാട് ആൾ ഉപജീവനം നടത്തുന്ന ഒരു എന്താ പറയുക, ഒരു ഏരിയ ആണിത്. ഒരുപാട് കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു തടാകം, ദാൽ തടാകം. ഇവിടെ ശരിക്കും ഒരു ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്. അത് ഇതിൻ്റെ ഒരു ഹെറിറ്റേജ് ആണ് ശരിക്കും പറഞ്ഞാൽ ശ്രീനഗറിൻ്റെ. ഈ അനുഭവത്തെ എങ്ങനെയാണ് നമ്മൾ പറയാമെന്നറിയില്ല. അത്രയും അത് നമുക്ക് വന്ന് ഫീൽ ചെയ്തിട്ട് തന്നെ സ്വയം അറിയണം. അല്ലാതെ നമ്മളിത് വാക്കുകളിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല. ഇത് സിംപ്ലി ഗ്രേറ്റ്, അത്രേ പറയാൻ പറ്റൂ. ശരിക്കും ദാൽ തടാകത്തിന്റെ കാഴ്ച ഏറ്റവും സുന്ദരമായിരിക്കുന്നത് വൈകുന്നേരമാണ്. വെയില് അകന്നു നിൽക്കുന്ന ആകാശത്തിൽ ഭയങ്കര കളർ കോമ്പിനേഷനാണ്. കണ്ട ആ മലയുടെ മേലെ നല്ല ഇളം പച്ച കളറ്, അതിന് ഇളം നീല അല്ല ഇളം പച്ച, അതിന് താഴെ നീല, പിന്നെയും പച്ച, പിന്നെ താഴെ ദാൽ തടാകത്തിൻ്റെ മനോഹരമായ ഓളങ്ങൾ ഇളകുന്ന ആ കാഴ്ച എല്ലാം കൂടി ഇതൊന്നും പറയാനില്ല. സംതിങ് ഗ്രേറ്റ്. ഈ ശിക്കാരിയുടെ തുഞ്ചത്തിങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കൊന്ന് പറന്നു പോകുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ്. ഈ കാണുന്ന ശിക്കാരയിലൊക്കെ ഉള്ളത് നമ്മളെ കൂടെയുള്ള ആൾക്കാരാണ്, നമ്മളെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. കുറേ ആള് മുമ്പിൽ പോയി. ഇപ്പൊ നമ്മൾ എത്തിയതാണ് മെയിൻ ദാൽ തടാകം എന്ന് പറഞ്ഞത്. അതായത് ദാൽ തടാകത്തിന്റെ പ്രധാന ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തിയത്. അത് അങ്ങോട്ട് നമ്മൾ ഇതുവരെ വന്നത് പോലെയല്ല, നല്ല വീതിയുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇത്. അപ്പൊ ഇതാണ് ദാൽ തടാകത്തിന്റെ പ്രധാന ഭാഗം. ഇത് ഡിസംബർ ജനുവരി മാസത്തിൽ കംപ്ലീറ്റ് ഫ്രീസ് ആവുന്ന പറഞ്ഞു ഈ വെള്ളം. സോ ആ സമയത്ത് നമ്മളിത് കാണുന്ന അവസ്ഥ ഒരു അതിഗംഭീരമായ ഒരു കാഴ്ചയായിരിക്കും. ശരിക്കും വിന്ററാണ്. ശരിക്കും ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇവിടെ മഞ്ഞിന്റെ പിന്നെ സമയം. വിന്ററാണ് ഈ സമയത്ത്. ഏപ്രിൽ മുതൽ അങ്ങോട്ട് പൂക്കാലം. കാശ്മീരിൽ ഏത് കാലത്തും കാശ്മീർ ഏറ്റവും സുന്ദരമാണ്. അത് ഏത് സമയത്താണ് ഏറ്റവും സുന്ദരം എന്ന് പറയാൻ ഒരിക്കലും കഴിയാത്ത തരത്തിൽ അത്ര മനോഹരമായിരിക്കും ഓരോ സീസണും കാശ്മീരിൽ. ശിക്കാര റൈഡിന് ശേഷം അടുത്ത് നമ്മൾ പോകുന്നത് ഷാലിമാർ ഗാർഡനിലേക്കാണ്.
ചുവപ്പിന്റെ അതിപ്രസരം എന്ന് പറയേണ്ടി വരും. എന്ത് പൂക്കളാന്ന് ഇത് നോക്കിയാട്ടെ, ചുവപ്പ് ചുവപ്പ് ചുവപ്പ്, എല്ലായിടത്തും നോക്കുന്നിടത്തെല്ലാം ചുവപ്പ്. ഈ റോസ് പൂവിന്റെ വലിപ്പം കണ്ട, ഇങ്ങനെയൊരു പൂ നമ്മുടെ നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇത്രയും സൈസിൽ. പിന്നെ അതിന്റെ കളറും അസാധ്യ കളറാണ്. ചെണ്ടുമല്ലിപ്പൂക്കളുടെ ലോകം. ഇതങ്ങോളം നീളത്തിൽ കാണുന്നത് മുഴുവൻ ചെണ്ടുമല്ലിപ്പൂക്കളാണ്. എങ്ങോട്ട് നോക്കിയാലും മലകളും പച്ചപ്പും പൂക്കളും മാത്രം. ഈ കാശ്മീർ എന്ന് പറയുന്നതിന്റെ പര്യായം സൗന്ദര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാശ്മീർ സമം സൗന്ദര്യം, കാശ്മീർ സമം പൂക്കള്, കാശ്മീർ സമം പച്ച നിറത്തിലുള്ള മലകൾ, ഇങ്ങനെ പറയേണ്ടി വരും. ഇത് നമ്മളെ നാട്ടിൽ കാണുന്ന വെൽവെറ്റ് ചെടികള്. കാശ്മീരിലെ കാലാവസ്ഥയായിരിക്കും ഇങ്ങനെ പൂക്കാൻ ചെടികളെ സഹായിക്കുന്നത്. ഗംഭീരം, അതിഗംഭീരം. ആ മലയുടെ മുകൾ ഭാഗം സ്വർണം പൂശിയ പോലെയുണ്ട്. ഇതവിടെ സൂക്ഷിച്ചു നോക്കിയാൽ മലയുടെ മുകളറ്റം സ്വർണം പൂശിയിരിക്കുന്നു. 365 വയസ്സ് പ്രായമുള്ള ചിനാർ മരം. 365 years. Sitting area. കാശ്മീർ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുവരയ്ക്കും ഗുഡ് ബൈ.